എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണായാലും വിഷുവായാലും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലോ നമ്മുടെ പായസം. അത് എന്ത് വെച്ചുണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ നമ്മൾ കഴിക്കുമല്ലേ? നമ്മള് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പായസമാണിത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അടയോ, നമ്മുടെ സേമിയയുടെ ഇതോ, പച്ചരിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അവല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ആദ്യം തന്നെ ഫ്രൈ പാനിലോട്ട് കുറച്ച് നെയ്യ് ഇടുക. പിന്നെ ഉണക്കമുന്തിരി, ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ആഡ് ചെയ്തോളൂ ട്ടോ. ഞാന് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുറേശ്ശെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗള് നമ്മുടെ അവലുണ്ടല്ലോ, അവല് നമ്മൾ നെയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. 1½ കപ്പ് ബൗള് ഞാന് അവലെടുത്തിട്ടുണ്ട്. അതൊന്ന് നെയ്ക്കകത്തിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ടുണ്ടെങ്കിൽ അവലൊന്ന് കുറച്ച് കട്ടിക്ക് വരും. അതായത് കുറച്ച് കട്ടിയായിട്ടിരിക്കും. അതിനുശേഷം ആവശ്യത്തിന് പാലൊഴിക്കുക. ഞാൻ തേങ്ങാപ്പാലല്ല, സാധാ പശുവിൻ പാലാണ് ഒഴിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്തു. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് പഞ്ചസാരയല്ല, ശർക്കരയാണ്. അപ്പോൾ ശർക്കര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അല്ലാതെ പൊടിക്കാതെ ഇട്ടാലും അത് മെൽറ്റായി വന്നോളും. എന്നിട്ട് നന്നായിട്ട് കുറുകിയ പരുവത്തിലാണോ ഇഷ്ടം, അല്ലാതെ വെള്ളം പോലെ കിടക്കാനാണോ ഇഷ്ടം, എങ്ങനെയാണോ നിങ്ങളുടെ പരുവത്തിനനുസരിച്ച്. കുറുകലാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്നൊരു പായസം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പായസം കഴിക്കാനായിട്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പച്ചരിക്ക് പകരം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല വീട്ടിൽ അവലെപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മുന്തിരി, കുറച്ച് പോമഗ്രാനൈറ്റ്, കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.